classes. Today we are going to learn the paper or the course Contemporary India and Education, and we are going to learn the first unit of it. The first lesson is actually going to deal with in this class, that is education, meaning, function and types. Okay, about first lesson എന്ന് പറയുന്നത് എന്താണ് education, meaning, function and types എന്നുള്ള ടോപ്പിക്കലാണ്. അപ്പൊ എന്താണ് എഡ്യൂക്കേഷന്റെ മീനിങ്, എന്തൊക്കെയാണ് എഡ്യൂക്കേഷന്റെ ഫങ്ഷൻസ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് നിലവിലുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ലെസണിലൂടെ പഠിക്കാൻ പോകുന്നത്. At first, we should have to understand what is meant by education. What is the concept of education? Like, education എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ ഒരു സങ്കല്പം അല്ലെ, എന്താണ് എഡ്യൂക്കേഷൻ? അപ്പൊ എന്താ എഡ്യൂക്കേഷൻ? Education originated from the Latin word educare, which means to bring up or to nourish. അപ്പോ നമ്മൾ പണ്ട് മുതലേ എല്ലാ ഭാഷയിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഏത് വേർഡ് എടുത്തു നോക്കിയാലും അതിന്റെ എറ്റിമോളജി, ഒറിജിൻ എപ്പോഴും ലാറ്റിനോ ഗ്രീക്കോ ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഡ്യൂക്കേഷൻ, ദാറ്റ് വേർഡ് ഈസ് ഓൾസോ ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ്. ഏത് ലാറ്റിൻ വേർഡ് ആണ്? എഡ്യൂക്കെയർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ് ഏത്, എഡ്യൂക്കേഷൻ എന്ന വേർഡ്. എന്താണ് എഡ്യൂക്കെയറിന്റെ മീനിങ്? ടു ബ്രിങ് അപ്പ്, ഓക്കെ, വളർത്തുക അല്ലെങ്കിൽ നറിഷ് അല്ലെ. അവർക്ക് എന്താ പറയാ, നറിഷ് എന്ന് പറഞ്ഞാൽ ബ്രിങ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിലാക്കി തീർക്കുക എന്നുള്ള രീതിയിലൊക്കെ പരിഷ്കരിക്കുക. നറിഷ്, ന്യൂട്രീഷൻ ഒക്കെ കൊടുത്ത് നറിഷ് അല്ലെ, വളർത്തുക എന്നുള്ള മീനിങ്. അപ്പൊ നല്ല രീതിയിൽ ഒരു ആളെ നല്ല രീതിയിൽ വളർത്തുന്നതിനെ തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അനദർ ഡെറിവേഷൻ എഡ്യൂസിയർ, ദാറ്റ് മീൻസ് ടു ലീഡ്. ഓക്കെ, എഡ്യൂക്കെയർ ആൻഡ് എഡ്യൂസിയർ. വാട്ട്സ് മീൻ ബൈ എഡ്യൂസിയർ? ടു ലീഡ്. ത്രൂ എഡ്യൂക്കേഷൻ വി ക്യാൻ ലീഡ് someone or people, society or something, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ എഡ്യൂക്കെയർ എന്ന ലാറ്റിൻ വേർഡിലായിരിക്കും, അല്ലെങ്കിൽ എഡ്യൂസിയ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബ്രിങ് അപ്പ് ഓർ ടു നറിഷ്. എഡ്യൂസിയ മീൻസ് ടു ലീഡ്. പിന്നെ ഒരു തേർഡ് വ്യൂകളുണ്ട്. ഏതൊക്കെയാണ്? ദി എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ടു ഡ്രോ ഔട്ട് ഫ്രം ലാറ്റിൻ വേർഡ് എഡ്യൂക്കേറ്റം. എഡ്യൂക്കേറ്റം എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഡിറൈവ് ചെയ്ത് വന്നതെന്നുണ്ട്. ടു ഡ്രോ ഔട്ട് അല്ലെ, ഇത് ഉണ്ടാക്കി കൊണ്ടുവരിക അല്ലെ, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ള മീനിങ്ങിൽ നിന്നാണ് എന്താണ് എഡ്യൂക്കേഷൻ ഹാസ് ബീൻ മെയ്ഡ് ഓർ എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഡിറൈവ്ഡ്. Indispensability of education. Man has acquired skills, knowledge, habits, potentials through education. നമുക്കറിയാം എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടുഡേ അല്ലെ. ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും ഈവൻ കല്യാണം കഴിക്കണമെങ്കിൽ പോലും എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് മനുഷ്യനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാൻ ഹാസ് അക്വയർഡ് സ്കിൽസ് അല്ലെ, മനുഷ്യന്മാർ ഒരുപാട് സ്കില്ലുകൾ എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പഠിക്കൽ മാത്രമല്ല എഡ്യൂക്കേഷൻ കേട്ടോ. ഇപ്പൊ നമ്മളിപ്പം വീട്ടില് കിച്ചണിൽ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുന്നത് ഇറ്റ്സ് എ സ്കിൽ, റൈറ്റ്, ആൻഡ് ഇറ്റ്സ് ഓൾസോ എ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഇപ്പൊ സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, അവരും ആ ഒരു പണി പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ത്രൂ എഡ്യൂക്കേഷൻ മാൻ ഹാസ് അക്വയർഡ് സ്കിൽസ്, നോളേജ് അല്ലെ, അറിവുണ്ടാക്കുന്നു, ഹാബിറ്റ്സ്, പൊട്ടൻഷ്യൽസ് അല്ലെ, അവരുടെ എല്ലാ പൊട്ടൻഷ്യൽസും എല്ലാ രീതിയിലുള്ള കഴിവുകളും ഉണ്ടാക്കിയെടുക്കുന്നു ത്രൂ എഡ്യൂക്കേഷൻ. ദെൻ ടിയർ-റൈനക്സ്. ഇനിയിപ്പോ നമ്മൾ കുറച്ച് ആളുകളുടെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അതായത് കുറച്ച് ഗ്രേറ്റ് ഫിലോസഫേഴ്സ് have defined education in different ways. A first philosopher, T. Raymond, states that education is a process to develop the potentials of man so far as to differentiate him from other living beings. എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാല് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്താണ് അല്ലെ, മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. എന്തിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്? മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാവാൻ അല്ലെ, അതർ ലിവിങ് ബീയിങ്സിൽ നിന്നും സ്വയം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോസസ്സാണ്. ത്രൂ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ വി ആർ ഡിഫറെന്റ് ഫ്രം അതർ animals or other beings, like living beings.
അപ്പൊ അങ്ങനത്തെ ഒരു ഡെഫിനിഷനാണ് ടി.എ. റൈമൺസ് പറയുന്നത്. ത്രൂ എഡ്യൂക്കേഷൻ ഗെറ്റ് ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ബിഹേവിയർ വിത്ത് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ എൻവയറൺമെന്റ്. അല്ലെ, എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്താണ് നല്ല ബിഹേവിയർ ഉണ്ടാവുന്നു. എങ്ങനത്തെ രീതിയിൽ? ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ എൻവയറൺമെന്റ്, ചുറ്റുപാടുകളിൽ നല്ല രീതിയിൽ പെരുമാറാൻ മനുഷ്യന് എഡ്യൂക്കേഷൻ കൊണ്ട് സാധിക്കുന്നു. ദെൻ അരിസ്റ്റോട്ടലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ ആൻസർ പറയോ അരിസ്റ്റോട്ടലിനെ പറ്റിയിട്ട്? ദേവിക പറഞ്ഞു നോക്കൂ. അരിസ്റ്റോട്ടൽ, ഡു യു നോ അരിസ്റ്റോട്ടൽ? ഹലോ ഡിയർ. Okay, Rubiak. Okay. Rubiak. Rubiak is not at all there. Yeah. Devika. Okay. Aristotle കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മാം. Okay, who is Aristotle? ഫിലോസഫിയുടെ ഫാദർ. അതന്നെ. He is a great philosopher, not father, but he is a Greek philosopher. അല്ലെ, ആൻഷ്യന്റ് ഗ്രീക്ക് ഫിലോസഫർ ആണ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് അറിയാനാണ് കേട്ടോ. ഓക്കെ, സോ പ്ലീസ് ആൻസർ അറ്റ് ദാറ്റ് ടൈം. സോ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഗ്രേറ്റ് ഫിലോസഫർ ആണ്. ഹി ഹാസ് ഡിഫൈൻഡ് എഡ്യൂക്കേഷൻ ആസ് ജസ്റ്റ് ആസ് ലിവിംഗ് ബീയിങ്സ് ആർ സുപ്പീരിയർ ടു ഇൻഅനിമേറ്റ് തിങ്സ്. ഇൻഅനിമേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അതായത് ജീവൻ ഇല്ലാത്ത അല്ലെങ്കിൽ എന്താണ് അനിമൽ അല്ലാത്ത സാധനങ്ങളിൽ നിന്നും മനുഷ്യൻ വളരെ സുപ്പീരിയർ ആണ്. ഓക്കെ, എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളിൽ നിന്നും മനുഷ്യൻ സുപ്പീരിയർ ആക്കുന്നത് എങ്ങനെയാണ്? ത്രൂ എഡ്യൂക്കേഷൻ. ദി എഡ്യൂക്കേറ്റഡ് ഈസ് മോർ വാല്യുബിൾ ദാൻ ദി എഡ്യൂക്കേറ്റഡ്. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്? എല്ലാ ജസ്റ്റ് ആസ് ലിവിംഗ് ബീയിങ്സ് ആർ സുപ്പീരിയർ ടു ഇൻആനിമേറ്റ് തിങ്സ്. ജീവനുള്ളതിന് ജീവനില്ലാത്തതിനോട് എത്രത്തോളം സുപ്പീരിയോറിറ്റി ഉണ്ടോ അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അല്ലെ, എഡ്യൂക്കേറ്റഡ് ഈസ് മോർ വാല്യുബിൾ ദാൻ ദി എഡ്യൂക്കേറ്റഡ്. അല്ലെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവനുള്ള സാധനങ്ങൾക്കാണ് കൂടുതൽ സുപ്പീരിയോറിറ്റി ഉള്ളത് ഈ ലോകത്ത്. അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ ഈസ് മോർ വാല്യുബിൾ ഇൻ ദിസ് ലൈഫ്. The definitions of education. ഇനി കുറച്ച് ആളുകൾ നമുക്കറിയുന്ന കുറച്ച് വിവേകാനന്ദ, some Indians have defined education in different ways. Vivekananda has defined education as education is the manifestation of divine perfection already existing in man. അപ്പൊ വിവേകാനന്ദൻ പറഞ്ഞതനുസരിച്ചിട്ട് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ. ഒരാൾക്ക് ദൈവികമായ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാണ്. പെർഫെക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ പരിപൂർണത കൊണ്ടുവരാണ്. ഏതിലൂടെ? എഡ്യൂക്കേഷനിലൂടെ. പക്ഷെ ഒന്നും പുതുതായിട്ട് കൊണ്ടുവരല്ല. ഓൾറെഡി മനുഷ്യനിലുള്ള കാര്യങ്ങൾ ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ നന്നാക്കിയെടുത്ത് അതിനെ പെർഫെക്റ്റ് ആക്കി മാറ്റുക. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് എഡ്യൂക്കേഷൻ. Then Rabindranath Tagore has defined education as education means enabling the mind to find out that ultimate truth, which emancipates us from the bondage of the lust and gives us the wealth, not of things but of inner light, not power but of love, making this growth of its own and living expression to it. അപ്പൊ ടാഗോർ എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എനാബിളിംഗ് ദ മൈൻഡ്, നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്നു. എന്തിന്? ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് അൾട്ടിമേറ്റ് ട്രൂത്ത്. അല്ലെ, ഏറ്റവും വലിയ പരമമായ സത്യം എന്ന് പറയുന്നത് വിച്ച് ഇമാനിസിപ്പേറ്റ്സ് us ഫ്രം ദ ബോണ്ടേജ്, നമ്മളെ ബോണ്ടേജുകളിൽ നിന്ന്, അല്ലെ, കെട്ടുപാടുകളിൽ നിന്ന്, അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. എന്തിന്? എങ്ങനത്തെ സ്വാതന്ത്ര്യമാണ്? ഓഫ് ദ ലസ്റ്റ് ആൻഡ് ഗീവ്സ് us the wealth. ഓക്കെ, നമ്മുടെ എല്ലാ രീതിയിലുള്ള തൃഷ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീത്ത ആഗ്രഹങ്ങൾ, അല്ലെ, ആ ബോണ്ടേജിൽ നിന്നും നമ്മളെ നോട്ട് ഓഫ് തിങ്സ് ബട്ട് ഓഫ് ഇന്നർ ലൈറ്റ്, അല്ലെ, നല്ല രീതിയിലുള്ള വെൽത്ത് നൽകി, ഈ ലസ്റ്റ് ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള വെൽത്ത് നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. എന്തിനുള്ള വെൽത്ത്? എങ്ങനെ? എന്ത് വെൽത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ കുറെ സ്വർണ്ണോ പൈസയാണോ തരുന്നത്? അല്ല, അല്ലെ, ഫിസിക്കൽ വെൽത്ത് അല്ല. നോട്ട് ഓഫ് തിങ്സ് ബട്ട് ഓഫ് ഇന്നർ ലൈറ്റ്, അല്ലെ, അതായത് ആത്മീയമായിട്ടുള്ള ഒരു പ്രകാശം ആണ് എഡ്യൂക്കേഷൻ നമുക്ക് തരുന്നത്. നോട്ട് പവർ ബട്ട് ഓഫ് ലവ്,
അല്ലെ? അതായത് ഒരുപാട് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർ, അല്ലെ? പവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ഥാനമാനങ്ങളൊന്നുമല്ല, പക്ഷെ സ്നേഹം, മേക്കിംഗ് ദിസ് ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് ഓൺ ആൻഡ് ലിവിങ് എക്സ്പ്രഷൻ ടു ഇറ്റ്. ഓക്കെ, അപ്പോ ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് ഓൺ, അപ്പോ ഒരാള് വളരാനും അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം വളർത്താനും അത് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് സാധിക്കും എന്നാണ് ടാഗോർ പറയുന്നത്. അപ്പൊ എല്ലാ ബോണ്ടേജിൽ നിന്നും, ലസ്റ്റിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളുടേതായിട്ടുള്ള ബോണ്ടേജിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് നമുക്ക് ആത്മീയമായ ഒരു പ്രകാശവും സ്നേഹവും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ് ടാഗോർ പറയുന്നത്. ദെൻ മഹാത്മാഗാന്ധി, അല്ലെ? മഹാത്മാഗാന്ധി എന്താണ്? നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആണ്. മഹാത്മാഗാന്ധി എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ ഈസ് ദി ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഓക്കെ, സോ എന്താ പറയുന്നത്? മനുഷ്യന്റെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെയോ അവരുടെ ശരീരത്തിലും മൈൻഡിലും സ്പിരിറ്റിനും ഉണ്ടാകുന്ന ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ് എഡ്യൂക്കേഷൻ കൊണ്ട് മഹാത്മാഗാന്ധി മീൻ ചെയ്യുന്നത്. അപ്പോ ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓർ അറ്റ്ലീസ്റ്റ് യു ആർ സ്റ്റഡിയിങ് ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ, റൈറ്റ്? അല്ലെ? അങ്ങനെയല്ലേ നിങ്ങളുടെ കോഴ്സിന്റെ പേര്, അല്ലെ? ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താവണം? അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ഈ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആളുകളായിട്ട് മാറണം. ഇന്നർ ലൈറ്റ് ഉണ്ടാവണം നമുക്ക്, അല്ലെ? നമുക്കൊരു ഓവറോൾ ഡെവലപ്മെന്റ്, അല്ലെ? നമ്മുടെ മൈൻഡിനും ശരീരത്തിനും സ്പിരിറ്റിനും, അല്ലെ, എല്ലാം ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കി നമ്മളുടെ ഏറ്റവും നല്ല സത്ത പുറത്തു കൊണ്ടുവരുന്നതാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ പറയുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും അതുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ദെൻ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്, അല്ലെ? എന്തൊക്കെയാണ് എഡ്യൂക്കേഷന്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകള്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുമോ, അല്ലെ? അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് തീരുമോ? 10 വർഷം കൊണ്ട് തീരുമോ? അപ്പൊ നിങ്ങൾ എത്ര വർഷം പഠിച്ചു? ഓക്കെ, നിങ്ങൾ എത്ര വർഷം പഠിച്ചു? ഷൈബ ഹാരിസ് 19 ഇയേഴ്സ് പഠിച്ചു. അപ്പൊ ഇസ് യുവർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റഡ്? No, ma'am. ഓക്കെ, സ്റ്റിൽ യു ആർ പെർസ്യൂയിങ് യുവർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? സ്കൂളിൽ പോയിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെ? ഒരു കറി ഉണ്ടാക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒന്നും വേണ്ട, ഒരാളെ സഹായിക്കാൻ പഠിച്ചു, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ, ഈവൻ ചെറിയ കുട്ടികൾ, ദേ സ്റ്റാർട്ട് എഡ്യൂക്കേഷൻ ഫ്രം ദെയർ ബർത്ത് ഓൺവേർഡ്സ്, ബിക്കോസ് അവരാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നത്, അല്ലെ? കാരണം അവർ നടക്കാൻ പഠിക്കുന്നു, ചിരിക്കാൻ പഠിക്കുന്നു. ഓക്കെ, അതൊക്കെ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്, ഇറ്റ് വോണ്ട് എൻഡ് അറ്റ് ഓൾ. ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്, അല്ലെ? വെറും ലൈഫ് ലോങ് മാത്രമല്ല, അത് കുറച്ച് സിസ്റ്റമാറ്റിക് ആണ്. ഓരോ കാലങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയടിക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്. എഡ്യൂക്കേഷൻ ഈസ് എ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ സൊസൈറ്റി. എഡ്യൂക്കേഷനിലൂടെ ഒരു ഇൻഡിവിജ്വലും ആ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ സൊസൈറ്റിയും ഡെവലപ്ഡ് ആവുന്നു, അല്ലെ? മറ്റേ സിനിമയിൽ പറയുന്നില്ലേ, നീ നന്നായാൽ നിന്റെ സമൂഹം നന്നായി, അല്ലെ? നിന്റെ സമൂഹം നന്നായി കഴിഞ്ഞാൽ നിന്റെ നാട് നന്നായി, നിന്റെ നാട് നന്നായാൽ ഈ രാജ്യം നന്നാവും, അല്ലെ? അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ എന്താണ്, എഡ്യൂക്കേഷനിലൂടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് കൂടെ പോസിബിൾ ആവുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. ഒരാളുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന മോഡിഫിക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ. ഓക്കെ, എത്ര പഠിച്ചിട്ടും, അല്ലെ, PhD പോസ്റ്റ് ഡോക്കോ എത്ര കഴിഞ്ഞിട്ടും ഒരാളുടെ ബിഹേവിയർ ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈസ് നോട്ട് അറ്റ് ഓൾ എഡ്യൂക്കേറ്റഡ്, അല്ലെ?
അയാളുടെ മൈൻഡും ബോഡിയും ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് he is not at all educated or she is not at all educated. Then education is purposive. ഒരു purpose ഉണ്ടാവും എഡ്യൂക്കേഷന്, ഒരു എയിം ഉണ്ടായിരിക്കും ഫോർ എഡ്യൂക്കേഷൻ. ഇറ്റ്സ് എ ട്രെയിനിങ് അല്ലെ? എഡ്യൂക്കേഷൻ ഈസ് എ ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മളൊരു പ്രത്യേക സ്കില്ല് നേടിയെടുക്കുകയാണ് എഡ്യൂക്കേഷനിലൂടെ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഇൻവോൾവ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡിറക്ഷൻ. ഓക്കെ, എഡ്യൂക്കേഷനിൽ ദർ വിൽ ബി എ ടീച്ചർ. ഓക്കെ, ടീച്ചർ ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റി ആയിരിക്കാം, നമ്മുടെ ഫാദർ മദർ പാരന്റ്സ്, അല്ലെങ്കിൽ എന്താണ് ടീച്ചർ തന്നെ ആയിരിക്കാം. ഇപ്പൊ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്നുള്ളത് മാത്രമല്ല, ദ പേഴ്സൺ ഹു ഈസ് എഡ്യൂക്കേറ്റിംഗ് യു ഈസ് ദി എഡ്യൂക്കേറ്റർ ഓർ ഇൻസ്ട്രക്ടർ. Then education is life itself. Education is reconstruction of experiences. Like എക്സ്പീരിയൻസിന്റെ ഒരു പുനരാവിഷ്കരണമാണ് എഡ്യൂക്കേഷൻ. Through education we will get a lot of experiences. or എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ നേടുന്നുണ്ട് അല്ലെ? നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന ഒരുപാട് എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്താണ് ഒരുപാട് വിവരങ്ങളും അറിവുകളും ലഭിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ? ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് മറ്റുള്ളവരുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടും. എഡ്യൂക്കേഷൻ ആസ് എ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് അല്ലെ? നമുക്കൊരു ബാലൻസ്ഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ രീതിയിലും, ഇപ്പൊ നമ്മള് മഹാത്മാഗാന്ധിയുടെ ഡെഫിനിഷൻ പറഞ്ഞില്ലേ അല്ലെ? ഇറ്റ്സ് ആൻ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് മാൻ, ചൈൽഡ്, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അപ്പൊ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത്. It is a dynamic process. It's changing. Dynamic means changing. Education is a bipolar process that is conscious and deliberate. എങ്ങനെയാണ്? It is conscious effort. നമ്മൾ ബോധപൂർവമാണ് എഡ്യൂക്കേറ്റഡ് ആവുന്നത്. ഓക്കെ, ഡെലിബറേറ്റ്ലി മീൻസ് വേണമെന്ന് വെച്ചിട്ട് നമുക്കൊരു കാര്യം പഠിക്കണം, ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യത്തിൽ നമ്മൾ ഡെവലപ്ഡ് ആവണം എന്നുള്ള കോൺഷ്യസ് എയിമോട് കൂടെയാണ് വി ആർ എഡ്യൂക്കേറ്റിംഗ്. എഡ്യൂക്കേഷൻ ഈസ് എ 3-dimensional പ്രോസസ്. ആരൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ടീച്ചർ, ചൈൽഡ് ആൻഡ് സൊസൈറ്റി. ദീസ് ആർ ദ 3 dimensions ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ആസ് ഗ്രോത്ത്. ത്രൂ എഡ്യൂക്കേഷൻ എന്താണ് എഡ്യൂക്കേഷന്റെ എയിം? ദ ഗ്രോത്ത് ഓഫ് ദാറ്റ് പേഴ്സൺ അല്ലെ? ഗ്രോത്ത് എന്ന് പറഞ്ഞു വെച്ചാല് മെന്റൽ ഗ്രോത്ത് ആവാം, ഫിസിക്കൽ ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് ആവാം. സോ എഡ്യൂക്കേഷൻ എയിംസ് ഗ്രോത്ത്. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, ടൈപ്സ് ഓഫ് എയിംസ്. 2 തരത്തിലുള്ള എയിംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ജനറൽ എയിംസ്, ഇൻഡിവിജ്വൽസ് ആൻഡ് സോഷ്യൽ. ദെൻ സ്പെസിഫിക് എയിംസ് ആർ ഓൾസോ ദെയർ. നോളജ് എയിം അല്ലെ? എന്താണ് സ്പെസിഫിക് എയിം? ഏതൊക്കെയാണ്? അതായത് നമുക്ക് ജനറൽ എയിമിൽ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് മാത്രമായിട്ടും ഒരു എയിം ഉണ്ടായിരിക്കാം, സൊസൈറ്റിക്ക് മൊത്തം. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് ഇങ്ങനെ ആയിത്തീരണം, that aim will be there for the society. Then specific aims of education ഏതൊക്കെയാണ്? നോളജ് എയിം അല്ലെ? നമ്മൾ എന്തിനാ പഠിക്കുന്നത്? നമുക്ക് വിവരം ഉണ്ടാവാനായിട്ട് അല്ലെ? അതാണ് നോളജ് എയിം. Then വൊക്കേഷണൽ എയിം. ഇത് പഠിച്ചത് നിങ്ങളിപ്പോ BEdന് ചേർന്നത് എന്തിനാണ്? യു വാണ്ട് ടു ബിക്കം എ ടീച്ചർ, റൈറ്റ്? അപ്പൊ വൊക്കേഷണൽ എയിം ഈസ് ഓൾസോ ദെയർ. Then moral aim. You should have to refine your morality through education, right? അല്ലെ? കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങൾ പഠിക്കണം അല്ലെ? നല്ല രീതിയിൽ ജീവിക്കണം. That is through education. You believe that not only you people, but all people are believing that through education these things will be completed. That is, the persons who are educating will get all these things. These are the aims of education. So that is moral aim. അല്ലെ? മൊറാലിറ്റി ഒക്കെ കിട്ടും, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. കംപ്ലീറ്റ് ലിവിങ് എയിം അല്ലെ? അതായത് നല്ല രീതിയിൽ അല്ലെ, വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജീവിതം. ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എയിം. നല്ല പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക ത്രൂ എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മള് കോളേജിലൊക്കെ പോയിട്ട് കുട്ടികളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കൂ, അല്ലെങ്കിൽ വാട്ട് ഇസ് യുവർ എയിം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ടു ബിക്കം എ വെരി ഗുഡ് പേഴ്സൺ
അങ്ങനെയൊന്നും ആവില്ല, എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചിന്ത. പക്ഷെ എഴുത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് ദേ ആർ റൈറ്റിംഗ് ദാറ്റ് ടു ബിക്കം എ വെരി ഗുഡ് പേഴ്സൺ, വെരി ഗുഡ് ഹ്യൂമൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് എല്ലാവരുടെയും ആഗ്രഹം, വളരെ സമാധാനത്തോടെയും പീസ്ഫുൾ ആയിട്ടും ജീവിക്കണം എന്നാണ്, അല്ലെ? അല്ലാതെ ആർക്കും അല്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവില്ല. കുറെ ട്രബിൾസും ആയിട്ട് ജീവിക്കണം, വയലൻസിൽ ഇടയിൽ ജീവിക്കണം എന്നൊന്നും ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ ത്രൂ എഡ്യൂക്കേഷൻ പീപ്പിൾ ആർ എയിമിങ് ദീസ് തിങ്സ്. എയിം ഓഫ് സ്പെൻഡിങ് ദ ലെജർ ടൈം യൂസ്ഫുള്ളി. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ, ഇപ്പൊ നിങ്ങൾ BEd-നൊക്കെ ചേർന്നതൊക്കെ അല്ലെങ്കിൽ എന്താണ് പല പാർട്ട് ടൈം കോഴ്സ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ ചേരുന്നത് എന്തിനാണ്? വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ട, അല്ലെ? അപ്പൊ അതും കൂടെ നമുക്ക് പഠിക്കാലോ ആ സമയത്ത്. അപ്പൊ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് കോഴ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ സമയം യൂസ്ഫുൾ ആയിട്ട് വിനിയോഗിക്കാനും എഡ്യൂക്കേഷന് പറ്റും, അല്ലെങ്കിൽ അതും എഡ്യൂക്കേഷന്റെ ഒരു എയിമാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ്. ഇനി നോക്കൂ ഏതൊക്കെയാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു ഡയഗ്രാം ഉണ്ട്, അപ്പൊ ആ ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജനറൽ എയിംസ്, ഇൻഡിവിജ്വൽ എയിംസ് ആൻഡ് സോഷ്യൽ എയിംസ് ആണ്. അതിൽ സ്പെസിഫിക് എയിംസ്. Aims of education is divided into two. The first one is general aim and the second one is specific aims. General aims are of two types. That is individual aims and social aims. Specific aims are once again categorized into 6. Like knowledge aim, get knowledge. Vocational aim, to get a vocation or job. Moral aim, to live in the society in a very that is in a very moral way, like moral ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ധാർമ്മികമായ രീതിയിൽ ജീവിക്കാം. The complete living aim, that is you want to support your life with education, right? Then harmonious development of personality, you want to develop your personality through education. That's very important, like personality develop ചെയ്യുക എന്നുള്ളതാണ് അടുത്ത aim. The next aim എന്താണ്? Leisure aim. Leisure പറഞ്ഞു വെച്ചാൽ എന്താണ്? നമ്മളുടെ ഈ ഒരു ഒഴിവുകൾ നല്ല അല്ലെങ്കിൽ എന്താണ് ലെജർ ടൈം നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു കാര്യം കേട്ടിട്ട്, അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പീസ് ഓഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് മണി വി വിൽ ഗെറ്റ് പീസ് ഓഫ് മൈൻഡ്, അല്ലെ? അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്താണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലെ? ഇതൊക്കെയാണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ ഇൻഡിവിജ്വൽ എയിം, നമ്മൾ നേരത്തെ ജനറൽ എയിമിൽ പറഞ്ഞു, ഓക്കെ, ഇൻഡിവിജ്വൽ എയിം ആൻഡ് സോഷ്യൽ എയിം. ആൻഡ് വാട്ട് ഇസ് മെന്റ് ബൈ ഇൻഡിവിജ്വൽ എയിം? സർ പേഴ്സി നാൻ പറഞ്ഞിട്ടുള്ള ഫിലോസഫർ പറയുന്നത്, ദ ചീഫ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ദി അൺഫോൾമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. ഓക്കെ, അൺഫോൾമെന്റ്, അൺഫോൾഡ്, ഫോൾഡ് എന്ന് പറഞ്ഞു വെച്ചാൽ മടക്കുക, അൺഫോൾഡ്മെന്റ് മീൻസ് തുറക്കുക. ഓക്കെ, അപ്പോ അൺഫോൾമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി, ഒരാളുടെ പേഴ്സണാലിറ്റിയെ തുറന്ന് കാണിക്കലാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Adams, another academician, is telling that education is the endeavor to help one for self-realization. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ എൻഡീവർ പറഞ്ഞൊരു ഉദ്യമമാണ്, ഒരാളുടെ സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഒരാള് സ്വയം തിരിച്ചറിയുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. ഓക്കെ, ഇൻഡിവിജ്വൽസ് ക്യാൻ ഡെവലപ്പ് പൊട്ടൻഷ്യൽസ്, അല്ലെ? അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി നോക്കൂ, നിങ്ങൾ ഇനിയിപ്പോ BEd കോഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബിക്കം ടീച്ചേഴ്സ്. അപ്പൊ ഈ ഒരു BEd എഡ്യൂക്കേഷൻ കൊണ്ട് ഇറ്റ് വിൽ ചേഞ്ച് യു കംപ്ലീറ്റ്ലി. ആസ് ഇറ്റ് ഈസ് എ വെരി പ്രൊഫഷണൽ കോഴ്സ്. നിങ്ങൾ ഈ ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള പ്രൊഫഷനിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ? ഒരുപാട് പൊട്ടൻഷ്യൽ, യു വിൽ അച്ചീവ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽസ്, അല്ലെ? ദെൻ മേക്കിംഗ് പേഴ്സൺസ് ഗുഡ് സിറ്റിസൺസ്. ഏറ്റവും വലിയ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേക്കിംഗ് പേഴ്സൺസ് ആസ് ഗുഡ് സിറ്റിസൺസ്, ഏറ്റവും നല്ല പൗരന്മാരെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെ? ഇപ്പൊ നമ്മളത് ആലോചിക്കണം. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു പുതിയ കണ്ടുപിടുത്തല്ല, ഒരു സർവേയിലൊക്കെ വന്നൊരു കാര്യമാണ്, ജയിലുകളിലൊക്കെ ഉള്ള ആളുകള് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സോ ഗുഡ്, അല്ലെ?
കാരണം നമ്മൾ ഏറ്റവും നല്ല ആളുകളായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ നല്ല ആളുകളായിട്ട് മാറണം എന്ന് വിചാരിച്ചിട്ട് അവര് എത്തിപ്പെടുന്നത് ജയിലിലാണെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദയർ എഡ്യൂക്കേഷൻ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആളുകളായി മാറുക എന്നുള്ള സിറ്റിസൺസ് പൗരന്മാരായിട്ട് മാറുക എന്നുള്ളതാണ് ദി എയിം, ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ സോഷ്യൽ എയിം. എന്തൊക്കെയാ സോഷ്യൽ എയിം? പ്രൊഫസർ ഡാൻലി and John Dewey advocates education is to produce socially efficient individuals. അതായത് സോഷ്യലി എഫിഷ്യന്റ് സൊസൈറ്റിക്ക് നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ നന്മയുള്ള തരത്തിലുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുക, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ, റൈറ്റ്? അല്ലെ? ഇതുപോലെ തന്നെ എന്താണ് സൊസൈറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ എയിം ഓഫ് എഡ്യൂക്കേഷൻ. Then aims to learn social norms, adapt behavior accordingly. അല്ലെ? അപ്പൊ നമ്മൾ സൊസൈറ്റിയുടെ നോംസും റൂൾസും ഒക്കെ പഠിക്കുക, അതിനനുസരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Get trained to earn his livelihood and fulfill self needs. അല്ലെ? അതായത് നമ്മൾ ഒരു വൊക്കേഷൻ ഉണ്ടാവും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോർ എ വൊക്കേഷൻ, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം. ഗോൾസ് ഓഫ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യങ്ങൾ? ഗുഡ് ഹെൽത്ത് ആൻഡ് വൈറ്റാലിറ്റി, അല്ലെ? നല്ല ഹെൽത്ത്, അതുപോലെ തന്നെ വൈറ്റാലിറ്റി മീൻസ് എനർജി. വൊക്കേഷണൽ എഫിഷ്യൻസി, ജോലി ഉണ്ടാവുക, ജോലി ചെയ്യാനുള്ള കഴിവുണ്ടാവുക. സിമ്പിൾ സ്കിൽസ് റിക്വയർഡ് ഫോർ എ ഗുഡ് ലൈഫ്, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ സ്കിൽസ് ഒക്കെ ഉണ്ടായിരിക്കാം ഒരു മനുഷ്യൻ. കോപ്പറേഷൻ വിത്ത് അതർ മെമ്പേഴ്സ് ഫോർ ദ ഫാമിലി, അല്ലെ? മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഒരു കോപ്പറേഷൻ ഫാമിലിയിലും സൊസൈറ്റിയിലും. ഇപ്പൊ നമ്മൾ സമൂഹത്തിലൊക്കെ കുറെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആരോടും മിണ്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ, ഓർ ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈങ് ദ സോഷ്യൽ ലൈഫ്. അതാണ് അതിന്റെ മീനിങ്, അല്ലെ? കുറെ പഠിച്ചു എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് മിണ്ടാതെ നടക്കണമെന്നൊന്നുമില്ല. ദാറ്റ് ഈസ് എ പേഴ്സൺ ഷുഡ് ഹാവ് ടു കോപ്പറേറ്റ്, mingle with the family members or with the society. That is the aim, social aim of education. Good parenthood, നല്ല പാരന്റ്സ് ആയിരിക്കാം, അല്ലെ? ഇപ്പൊ അടുത്ത ഏതൊരു ഫിലിമിൽ കണ്ടു, നിങ്ങൾക്ക് നല്ല പാരന്റ് ആവാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാരന്റ്സ് ആവരുത്, അല്ലെ? അതിന് പ്രിപ്പയർ ആയിട്ട് മതി പാരന്റ് ആവുക എന്നുള്ളത്. അപ്പൊ ഗുഡ് പാരന്റ്ഹുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരാണ് നല്ല പാരന്റ്സ് ഉണ്ടെങ്കിൽ കുട്ടികൾ നന്നായിട്ട് മാറും. നല്ല ഒരു പാരന്റ്ഹുഡ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നല്ലവരായിട്ട് മാറും. അല്ലെങ്കിൽ പാരന്റ്സ് ആണ് ക്രിമിനൽസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് മോഡേൺ സൈക്കോളജി ഒക്കെ പറയുന്നത്. എനിവേ, ഗുഡ് സിറ്റിസൺഷിപ്പ്, അല്ലെ? നല്ല പൗരന്മാരായി വളരുക, അല്ലെ? അത് എഡ്യൂക്കേഷനിൽ ഇതൊക്കെ ഉണ്ടാവും എന്നാണ് സൊസൈറ്റി വിചാരിക്കുന്നത്. സ്പെൻഡിങ് യൂസ്ഫുള്ളി വൺസ് ലീഷർ ടൈം, അല്ലെ? അതായത് സ്പെൻഡിങ് യൂസ്ഫുള്ളി, നന്നായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ലെഷർ ടൈം, അല്ലെ, ഒഴിവ് സമയങ്ങളിൽ ഉപയോഗിക്കുക ത്രൂ എഡ്യൂക്കേഷൻ. അപ്പൊ സൊസൈറ്റി ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. ദെൻ നോളജ് എയിം എന്താണ് എഡ്യൂക്കേഷന്റെ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമുക്കൊന്ന് ബുദ്ധി കൂടും, അല്ലെ? ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ആക്വിസിഷൻ ഓഫ് നോളജ്, കുറെ അറിവുകൾ കിട്ടും. നോളജ് ഷാർപ്പൻസ് അവർ മൈൻഡ്. എന്തിനാ ഈ അറിവുകളിലൂടെയാണ് നമ്മുടെ മൈൻഡിന് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. മൈൻഡിന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മൈൻഡിന്റെ ഡെവലപ്മെന്റിന് നോളജ് ഇസ് വെരി ഇസെൻഷ്യൽ. വൊക്കേഷണൽ എയിം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ enabling the child or the person who is getting education to take up some vocation in order to learn, in order to earn his livelihood. സ്വന്തം ചെലവിനുള്ള വക സമ്പാദിക്കണം ത്രൂ എഡ്യൂക്കേഷൻ. പിന്നെ മോറൽ ലൈഫ്, ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ, നല്ല സ്വഭാവം ഉണ്ടാവുക. ഡെവലപ്പ് സ്ട്രെങ്ത് ഓഫ് വിൽ ആൻഡ് പ്യൂരിറ്റി ഓഫ് ക്യാരക്ടർ, അല്ലെ? ഒരു വിൽ പവർ ഉണ്ടാവുക, ക്യാരക്ടർ നല്ലതായി തീരുക. ട്രെയിനിങ് ടു പെർസ്യൂ വെർച്യു, നന്മ പിന്തുടരാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം. ഇപ്പൊ നമ്മള് ഈ ഫിലിമിലൊക്കെ മോഡേൺ റീസെന്റ് ഫിലിംസിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത് ക്രിമിനൽസ് ഒക്കെ ദേ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്, എസ്പെഷ്യലി ദ സൈക്കോ ക്രിമിനൽസ്, അല്ലെ? അപ്പൊ അവരൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ വാട്ട് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ദേ ഹാവ് അക്വയർഡ് ഈസ് എ ക്വസ്റ്റ്യൻ. കാരണം moral aim of they haven't acquired the moral aim of education. That is the meaning of those characters. കാരണം നമ്മൾ നന്മ പിന്തുടരുക എന്നുള്ളതും ഒരു
എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, then the complete living aim. Herbert Spencer is the sponsor of this aim. Herbert Spencer ഫിലോസഫർ ആണ് ദ കംപ്ലീറ്റ് ലിവിംഗ് എയിം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്. എന്താണ് അതുകൊണ്ട് അദ്ദേഹം മീൻ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ enables to treat the body, mind and soul കംപ്ലീറ്റ് ആയിട്ട്, അല്ലെ? നമ്മള് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ബോഡി, മൈൻഡ്, സോൾ എവറിത്തിങ് ഈസ് ഡെവലപ്പിംഗ് ത്രൂ എഡ്യൂക്കേഷൻ. മോഹൻലാൽ ദ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ എന്താണ്, ഇതിലൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും ത്രൂ എഡ്യൂക്കേഷൻ. Harmonious development of personality. The development all powers and capacities, physical, intellectual, emotional, moral, aesthetic, social and spiritual. എല്ലാ രീതിയിലുമുള്ള കപ്പാസിറ്റി ഒരു മനുഷ്യന് എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാവുന്നു. ഫിസിക്കൽ, അതായത് ഇപ്പൊ ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് മീൻസ് ആ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും വേണം. അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റില് ഫിറ്റ് ആയിട്ടുള്ള, ഫിറ്റ് ഇൻ ദ സെൻസ് ഒരു ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹാർമോണിയസ് സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് ഫിസിക്കൽ power is also very essential. Intellectual power should be there. Emotion, we should have to control our emotions. Like emotional intelligence should be there. What is meant by emotional intelligence? പല ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ്. വായ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. ദാറ്റ് ഈസ് ദ ലാക്ക് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ, അതായത് നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും. അത് നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് സ്വയം സമാധാനിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് ആലോചിക്കാതെ നമ്മൾ ഉടനെ ഔട്ട് ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ഹേർട്ട് സോ മെനി പീപ്പിൾ. Okay, it will break connections, it will break relationships. Okay, അപ്പൊ ഈ എഡ്യൂക്കേഷനിലൂടെ ഇമോഷണൽ ഇന്റലിജൻസും കൂടെ നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. മോറൽ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഈസ്തെറ്റിക്, അതായത് ആസ്വാദന മൂല്യങ്ങൾ, അല്ലെ? ഇതും അതിന്റെ ഒരു എയിമാണ്. സോഷ്യൽ, സ്പിരിച്വൽ, എല്ലാ രീതിയിലുള്ള ഹാർമണി അല്ലെങ്കിൽ സമാധാനമാണ് എഡ്യൂക്കേഷൻ കൊണ്ട് എയിം ചെയ്യുന്നത്. Leisure helps a person to spend his leisure time usefully. Okay, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. The leisure time should be profitable. Okay, ഒരാൾക്ക് leisure time, വെറുതെ ഇരിക്കുന്ന സമയം പോലും പ്രോഫിറ്റബിൾ ആക്കാൻ എഡ്യൂക്കേഷന് പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ leisure ടൈമിൽ ചെയ്യാനും യൂസ്ഫുൾ ആക്കാനും എഡ്യൂക്കേഷൻ കൊണ്ട് പറ്റും. The national objectives of education in India. എന്താണ് നാഷണൽ ഒബ്ജക്റ്റീവ്? നമ്മുടെ ദേശീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? റിപ്പോർട്ട് ഓഫ് ഡോക്ടർ DC കോത്താരി. കോത്താരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റ് എഡ്യൂക്കേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പറിന്റെ ഒരു കമ്മീഷൻ ഉണ്ട്, കോത്താരി കമ്മീഷൻ. ഇനി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക ഈ ഒരു കോഡ്. അപ്പോ കോത്താരി കമ്മീഷനാണ് റിഫൈൻഡ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പോ മൂപ്പരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിലേറ്റിംഗ് എഡ്യൂക്കേഷൻ ടു പ്രൊഡക്ടിവിറ്റി, സ്ട്രെങ്തനിങ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ. ഒരു രാജ്യത്തിന് എന്തൊക്കെ വേണം, അല്ലെ? രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഉണ്ടാവണം, അല്ലെ? പ്രൊഡക്ടിവിറ്റി കൂടണം. സ്ട്രെങ്തനിങ് സോഷ്യൽ നാഷണൽ ഇന്റഗ്രേഷൻ, അല്ലെ? ദേശീയ ഉദ്ഗ്രഥനമൊക്കെ എഡ്യൂക്കേഷൻ കൊണ്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ വാട്ട്സ് ദ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ? കൺസോളിഡേറ്റിംഗ് ഡെമോക്രസി ആസ് എ ഫോം ഓഫ് ഗവൺമെന്റ് and helping the country to adopt it as a way of life. Like democracy as a form of government. Okay, ഡെമോക്രസിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഗവൺമെന്റ്. അതുപോലെ തന്നെ അതിൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ അതിലൂടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യിപ്പിക്കാനും പറ്റണം. ആക്സിലറേറ്റിംഗ് ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ. എഡ്യൂക്കേഷൻ ആക്സിലറേറ്റ് ചെയ്യണം. ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ത്വരിതപ്പെടുത്തുക, കൂട്ടുക. മോഡേണൈസേഷൻ. ഓക്കെ, ബിൽഡിംഗ് ക്യാരക്ടർ ബൈ കൾട്ടിവേറ്റിംഗ് സോഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. എങ്ങനെ നമ്മൾ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കണം സ്വന്തമായിട്ട്. എന്തൊക്കെ കീപ്പ് ചെയ്തിട്ട്? നമ്മുടെ സൊസൈറ്റിയെയും മൊറാലിറ്റിയെയും സ്പിരിച്വാലിറ്റിയെയും ഒക്കെ മുറുകെ പിടിച്ച് നല്ലൊരു ക്യാരക്ടർ എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കണം. ഒരു എഡ്യൂക്കേറ്റഡ് മാൻ അല്ലെങ്കിൽ വുമൻ എന്നുള്ളത് കൊണ്ട് രാജ്യം ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. Then functions of education. എഡ്യൂക്കേഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്?
towards ഇൻഡിവിജ്വലിനെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ഇൻ സ്ട്രെങ്തനിങ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ലെ. അപ്പൊ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആക്കി മാറ്റും. പ്രൊമോട്ട്സ് എത്തിക്കൽ ബിഹേവിയർ, ദാറ്റ് പേഴ്സൺ വിൽ ബി എത്തിക്കലി വെരി ഗുഡ് അല്ലെ. എത്തിക്കൽ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു പുറമെയൊന്ന് നോക്കണല്ലോ. ഓക്കെ, ദെൻ ആദില. ഓക്കെ, എന്താ എത്തിക്കൽ ബിഹേവിയർ? എത്തിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ? നല്ല രീതിയിലുള്ള ഒരു സ്വഭാവം. നല്ല രീതിയിലുള്ള സ്വഭാവം. അതായത് കുറെ എത്തിക്സ് ഉണ്ടാവും, അതായത് കുറെ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ലൈഫ് അല്ലെ. ഈ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യരുത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വിച്ച് ഇസ് വെരി മച്ച് സ്റ്റിക്കിംഗ് ഓൺ ദ മൊറാലിറ്റി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സായി മാറാൻ പോവുകയാണ്. അപ്പൊ ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ദാറ്റ് ഡിറ്റർമൈൻസ് യുവർ എത്തിക്കൽ ബിഹേവിയർ അല്ലെ. അതായത് നിങ്ങൾ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ആസ് എ ടീച്ചർ യു ഷുഡ് നോട്ട് ഷോ പാർഷ്യാലിറ്റി ടുവേർഡ്സ് സ്റ്റുഡൻസ് അല്ലെ. ഇറ്റ് ഈസ് യുവർ എത്തിക്സ്. അപ്പൊ അങ്ങനെയുള്ള എത്തിക്കൽ ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും എഡ്യൂക്കേഷന്റെ ഒരു ഫങ്ഷനാണ്. ട്രാൻസ്ഫോംസ് പേഴ്സൺ ആൻഡ് മേക്സ് ഹിം മോർ ബാലൻസ്ഡ് ആൻഡ് കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ മോർ ബാലൻസ്ഡ് അല്ലെ, ഇമോഷണലി, സ്പിരിച്വലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ ബാലൻസ്ഡ് ആക്കുക, ശാന്തനാക്കുക അല്ലെ. ഒരുപാട് ഇമോഷണലി ഔട്ട്ബേസ്റ്റ് ആവുന്ന ആളുകൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടാണെങ്കിലും he or she is not at all educated. There is no use of the education that person has acquired. അതായത് നമ്മളുടെ ആ ഒരു ഇമോഷണൽ കൺട്രോൾ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹാവിങ് ബ്രോഡർ പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ് അല്ലെ. അതായത് ലൈഫിൽ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ്, വിശാലമായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക. സങ്കുചിത മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ വീക്ഷിക്കാതിരിക്കുക, ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് അല്ലെ, കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക. ഇംപ്രൂവ്സ് ദ ഫ്യൂച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ അല്ലെ, ഭാവി ഇംപ്രൂവ് ചെയ്യുക, അതുണ്ട്. അതായത് ഇപ്പൊ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇപ്പൊ ജയിലിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഫ്യൂച്ചർ അവിടെ ഇംപ്രൂവ്ഡ് ആയോ? സോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ദി എയിം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ. That person hasn't fulfilled the aim of education അല്ലെ. അപ്പൊ അത് ഒരിക്കലും എഡ്യൂക്കേഷന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ എയിമോ ഫങ്ഷനോ ഒന്നുമല്ല. അപ്പൊ ഒരാളുടെ ഫ്യൂച്ചർ നല്ല രീതിയിലാവണം ത്രൂ എഡ്യൂക്കേഷൻ. ഇംപ്രൂവ്സ് റീസണിങ് ആൻഡ് തിങ്കിങ് പവർ. റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിന്താശേഷി, അല്ലെങ്കിൽ എന്താണ് നമ്മള് സയന്റിഫിക് ആയിട്ടൊക്കെ പറയില്ല, റേഷണൽ ആയിട്ടുള്ള അല്ലെ, എന്തിനേയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ബുദ്ധി ഉണ്ടായിരിക്കണം, ചിന്താശേഷിയും ഉണ്ടായിരിക്കണം. ടീച്ചസ് എ പേഴ്സൺ ടു പ്രിസർവ് ദ നേച്ചുറൽ എൻവയറൺമെന്റ് അല്ലെ. അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കലും ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഒരാള് പ്രകൃതിയെ നശിപ്പിക്കുകയാണ് ആഫ്റ്റർ ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ, ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് അറ്റ് ഓൾ എഡ്യൂക്കേറ്റഡ്. ഓക്കെ, ദെൻ ഫങ്ഷൻസ്, വീണ്ടും കുറച്ചുകൂടെ ഫങ്ഷൻസ് ഉണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക ത്രൂ എഡ്യൂക്കേഷൻ? റിമൂവൽ ഓഫ് അൺവാണ്ടഡ് ട്രഡീഷണൽ കസ്റ്റംസ്. നമ്മൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ ഞാൻ എന്റെ സൂപ്പർസ്റ്റിഷ്യൻസ് ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് അറ്റ് ഓൾ എഡ്യൂക്കേറ്റഡ്. റേഷണൽ, നമ്മൾ പറഞ്ഞില്ലേ, റീസണും തിങ്കിങ് പവറും ഒക്കെ ഉണ്ടാവണം. അതില്ലാതെ കഴിഞ്ഞാൽ വി വിൽ സ്റ്റിക്ക് ഓൺ ടു ദ സൂപ്പർസ്റ്റിഷ്യൻസ്. അതൊരിക്കലും സൊസൈറ്റി അംഗീകരിക്കുന്നതല്ല. ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ. അതുപോലെ ത്രൂ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി വിൽ ഓൾസോ ബി ഡെവലപ്ഡ് അല്ലെ. സയന്റിസ്റ്റുകളൊക്കെ അങ്ങനെ എഡ്യൂക്കേഷനിലൂടെയാണ് ഉണ്ടാവുന്നത്. ഡെവലപ്പ് എ സിസ്റ്റം ടു മെയിൻറ്റെയിൻ ഇക്കോളജിക്കൽ ബാലൻസ്. ഇക്കോളജിയെ പരിപാലിക്കുക, ഇറ്റ്സ് ഓൾസോ എ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് വെൽനെസ്. എല്ലാവരും ത്രൂ എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കുന്നത് എന്താണ്? എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരെയും സ്നേഹിക്കണം. Okay, it will result in a kind of wellness or a kind of harmony among people, harmony among our that is among the
ഫെലോ പീപ്പിൾ അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ കൊണ്ട് എയിം ചെയ്യുന്നത്. ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ് ആൻഡ് ഇറാഡിക്കേറ്റ് ഇനീക്വാലിറ്റി ആൻഡ് പോവർട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ റൈറ്റ് എന്താണ് അല്ലെ, റൈറ്റ് പറഞ്ഞു വെച്ചാൽ അവകാശങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യണം, അതായത് മായ്ച്ചു കളയണം. എന്തൊക്കെ? ഇനീക്വാളിറ്റി ആൻഡ് പോവർട്ടി. എന്തിന്റെ ബേസിലായിക്കോട്ടെ ഇനീക്വാലിറ്റി ഒരു സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇൻ ആൻ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി ദർ വോണ്ട് ബി എനി കൈൻഡ് ഓഫ് ഇനീക്വാലിറ്റി ആൻഡ് പോവർട്ടി ഓൾസോ അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കലും എഡ്യൂക്കേഷന്റെ ഒരു ഫങ്ഷൻ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ നേഷൻ അല്ലെ, ഒരു രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷനിലൂടെ? മേക്സ് പീപ്പിൾ അവെയർ അബൌട്ട് ദെയർ റൈറ്റ്സ് ആസ് സിറ്റിസൺസ് ഓഫ് എ കൺട്രി അല്ലെ. ആളുകളെ ആളുകളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ അവകാശങ്ങളെ പറ്റി അവരെ ബോധവാന്മാരാക്കുക. ഹെൽപ്സ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക. ഇറാഡിക്കേറ്റ്സ് അൺഫെയർ പ്രാക്ടീസസ് അല്ലെ. നമ്മള് സമൂഹത്തിൽ പല കാലങ്ങളായിട്ട് തുടർന്നു പോന്നിട്ടുള്ള കുറേ അനാചാരങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ മായ്ച്ചു കളയാം. ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഫ്രീഡം ആൻഡ് മേക്കിംഗ് പീപ്പിൾ ടു അവെയർ ഓഫ് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീഡം പറഞ്ഞു കഴിഞ്ഞാല് സ്വാതന്ത്ര്യം അല്ലെ, സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എന്താണ്? പ്രിയാമ്പിളിൽ പറയുന്നതിന്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അപ്പാർട്ട് ഫ്രം ദ റേസ്, കാസ്റ്റ്, ബ്രീഡ് ആൻഡ് ജെൻഡർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ഇന്ത്യയില് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ഫ്രീഡം ഉള്ളൂ അല്ലെ. ബാക്കി ആ മറ്റേ ജയ 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 ഹേലൊക്കെ പറയുന്നില്ലേ അല്ലെ. അവക്ക് ഞാൻ വേണ്ടത്ര ഫ്രീഡം കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ജഡ്ജി ചോദിക്കുന്നുണ്ട്, നീ ആരാ അവക്ക് ഫ്രീഡം കൊടുക്കാൻ? ഓക്കെ, അപ്പൊ അതാണ് ചില ആളുകളുടെ വിചാരം, ഞങ്ങളാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതെന്നാണ്. അങ്ങനെയല്ല, സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ അവെയർ ആവും. അത് മാത്രമല്ല, സ്വാതന്ത്ര്യം മാത്രമല്ല, നമുക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട് അല്ലെ, കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അതിനെപ്പറ്റി ബോധവാന്മാരാവും. ഹെൽപ്സ് ടു ഡെവലപ്പ് ലീഡർഷിപ്പ് അല്ലെ. എഡ്യൂക്കേഷനിലൂടെ വി ക്യാൻ ബിക്കം ലീഡേഴ്സ് അല്ലെ. ലീഡ് എന്നുള്ള ഒരു മീനിങ്ങും കൂടെ എഡ്യൂക്കേഷനിലുണ്ട്. രുസിയ പറഞ്ഞ ടു ലീഡ് എന്നുള്ളത്. Then helps for inner growth of a person. പുറമേയുള്ള ഗ്രോത്തോ അല്ലെങ്കിൽ വലിയ മണിമാളിക പണിതു എന്നുള്ളതൊന്നുമല്ല, ഇന്നർ ഗ്രോത്ത് അല്ലെ, നമ്മുടെ മാനസികമായ വളർച്ചയും എഡ്യൂക്കേഷന്റെ ഒരു ഫങ്ഷനാണ്. ഹെൽപ്സ് ടു ഇറാഡിക്കേറ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ആൻഡ് ട്രെയിൻസ് പീപ്പിൾ ഫോർ ഡെമോക്രസി. നമുക്കറിയാം നമ്മുടെ രാജ്യം ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഡെമോക്രാറ്റിക് പറഞ്ഞാൽ എന്താണ്? ഏത് പൗരനും തുല്യ അവകാശങ്ങളാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉണ്ടാവേണ്ടത്. അവിടെ ഡിക്റ്റേറ്റർഷിപ്പിന്, ഏകാധിപത്യത്തിന് ഒരു ചാൻസും ഇല്ല. അപ്പൊ ഒരിക്കലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ. എങ്ങനെയാണ് അതൊരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ എന്താണ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷന്റെ സ്വഭാവം എങ്ങനെയാണ്? ഡെഫിനിഷൻ ഓഫ് അക്കാഡമിക് ഡിസിപ്ലിൻ. The data, information and knowledge collected and accumulated by human race are classified into several branches. അല്ലെ, അതായത് നമുക്കറിയാം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത വിവരങ്ങളൊക്കെ പല ബ്രാഞ്ച് അല്ലെ, ബയോളജി, ഫിസിക്സ്, ഹിസ്റ്ററി, അങ്ങനെ പല പല ബ്രാഞ്ചുകളായിട്ടുണ്ട്. ഈച്ച് വൺ ഓഫ് ദീസ് ബ്രാഞ്ചസ് ഈസ് എ ഡിസിപ്ലിൻ. അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ബയോളജി ഈസ് എ ഡിസിപ്ലിൻ, ഇംഗ്ലീഷ് ഈസ് എ ഡിസിപ്ലിൻ, ലിറ്ററേച്ചർ ഈസ് എ ഡിസിപ്ലിൻ. ഓക്കെ, പല പല ഡിസിപ്ലിൻസ് ആർ ദെയർ in education. Nature of education as a distinct digital. എങ്ങനെയാണ് അതൊരു ഡിസ്റ്റിങ്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ ഒരു വേർതിരിക്കപ്പെട്ടതാവുന്നത്? തിയററ്റിക്കൽ സ്ട്രക്ചർ, അതായത് അറേഞ്ച് ആൻഡ് ഇന്റർലിങ്ക് ദ കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. ഓക്കെ, അതായത് നമ്മൾ ഏത് ഡിസിപ്ലിൻ എടുത്ത് നോക്കിയാലും അതിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കും അല്ലെ. അതിലെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പറഞ്ഞ പരസ്പരം കണക്റ്റഡ് ആയിട്ടുണ്ടാവും. കോൺസെപ്റ്റുകൾ പരസ്പരം കണക്റ്റഡ് ആണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് അല്ലെ, ഇതൊക്കെ ഓരോ ഡിസിപ്ലിൻസിലും ഉണ്ടാവും. അണ്ടർടേക്ക് റിസർച്ചസ്. എല്ലാ ഡിസിപ്ലിനിലും റിസർച്ച് ഈസ് പോസിബിൾ. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, പ്രോസസ് ഓഫ് മോഡിഫൈങ് ദ നോളജ് ആൻഡ് സ്കിൽസ് അല്ലെ, അതായത്
നമ്മൾ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നോളജും സ്കില്ലും മോഡിഫൈ ചെയ്യാണ്. നമുക്കുള്ള നോളജ് അല്ലെ, പറഞ്ഞിട്ടുണ്ട്, ഉള്ള നോളജാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് ത്രൂ എഡ്യൂക്കേഷൻ. ടീച്ച് ബേസ്ഡ് ഓൺ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്. വെറുതെ പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു എയിമും ഒബ്ജക്റ്റീവും അല്ലെ, ലക്ഷ്യവും ഒക്കെ ഉണ്ടായിരിക്കും ത്രൂ ഫോർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ആസ് എ സിസ്റ്റം. എന്താണ് എഡ്യൂക്കേഷൻ ആസ് എ സിസ്റ്റം പറഞ്ഞാൽ? എഡ്യൂക്കേഷൻ ഈസ് സിസ്റ്റമാറ്റിക്. ഇൻപുട്ട്, അതായത് സ്റ്റുഡൻസ് ആണ് അവിടെ ഇൻപുട്ട് പറഞ്ഞ, സ്റ്റുഡൻസിലാണ് എഡ്യൂക്കേഷന്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. പ്രോസസ് എന്ന് പറഞ്ഞു വെച്ചാല് ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് പറഞ്ഞു വെച്ചാൽ ദ പ്രോഗ്രസ്, വാട്ട് ദേ വിൽ ബിക്കം അല്ലെ, അവര് വളർന്ന് വലുതായി അല്ലെങ്കിൽ ത്രൂ എഡ്യൂക്കേഷൻ വാട്ട് വിൽ ദേ ബിക്കം, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് ദി ഔട്ട്പുട്ട്. അപ്പോൾ സ്റ്റുഡൻസിനാണ് ഇൻപുട്ട് കൊടുക്കുന്നത് ത്രൂ teaching. The process is the teaching methodology and the output is the future of those students, or what they become is the output. The nature of education as a distinct digital. എന്തൊക്കെയാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. എഡ്യൂക്കേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഫീൽഡ് റിസർച്ച് ആൻഡ് ലബോറട്ടറി അല്ലെ, അതായത് ഫീൽഡ് ഓഫ് റിസർച്ച്, ഓരോ ഡിസിപ്ലിനും ഓരോ റിസർച്ച് ഏരിയ ഉണ്ട്. ലബോറട്ടറീസ് ആർ ദെയർ. Okay, educational institutions and their classrooms serve as laboratory. Laboratory പറഞ്ഞു വെച്ചാൽ ലാബ്, സയൻസ് ലാബ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ക്ലാസ് റൂം ഇസ് എ laboratory where students are, the teachers are experimenting upon students, right? അല്ലെ, അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവരിൽ പ്രയോഗിക്കുക, ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Various educational researches are conducted. ഏതൊക്കെയാണ്? Kind of classroom climate, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഇവാലുവേറ്റിംഗ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ക്ലാസ് റൂം മാറിയിട്ടുണ്ട്, സ്ട്രക്ചർ മാറിയിട്ടുണ്ട്, കരിക്കുലം മാറിയിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് അത് മാറുന്നത്? ത്രൂ റിസർച്ചസ് കണ്ടക്റ്റഡ്. കുറെ കാലങ്ങളുടെ പഠനങ്ങളും ഗവേഷണങ്ങളും കൊണ്ടാണ് നമ്മുടെ ഈ കരിക്കുലവും മെത്തഡോളജിയും ഒക്കെ മാറുന്നത്. മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ടെക്നിക്സ്, എക്സാം ഒക്കെ പണ്ട് വെറും റിട്ടൺ ടെസ്റ്റ് മാത്രമായിരുന്നു. ഇപ്പൊ വൈവകളുണ്ട്, പ്രാക്ടിക്കൽ എക്സാംസ് ആർ ദെയർ. Okay, internal examine, internal marks are there. അപ്പോ അതൊക്കെ ഇങ്ങനെയുള്ള കുറെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് അല്ലെ, കുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ പഠിതാവിൽ നിന്ന് കിട്ടുന്ന എന്താ പറയാ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, then education has its own research method. എന്തൊക്കെയാണ് റിസർച്ച് മെത്തേഡ്? വേരിയസ് റിസർച്ച് മെത്തേഡ്സ് അഡോപ്റ്റഡ് ആർ ഹിസ്റ്ററിക്കൽ മെത്തേഡ്, സർവേ മെത്തേഡ്, കേസ് സ്റ്റഡി, എക്സ്പെരിമെന്റൽ മെത്തേഡ്, ജനറ്റിക് സ്റ്റഡി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിസ്റ്ററിക്കൽ മെത്തേഡ്, അതായത് ഹിസ്റ്ററിക്കലി ഇതെങ്ങനെയാണ് ഇപ്പൊ എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യത്തില് ഹിസ്റ്റോറിക്കലി പണ്ട് മുതലുള്ള എഡ്യൂക്കേഷൻ എങ്ങനെയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ പിന്നെ എന്തൊക്കെ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഷ്യന്റ് എഡ്യൂക്കേഷൻ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഹിസ്റ്ററിക്കൽ മെത്തേഡിൽ ചെയ്യുന്നത്. സർവേ മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ആളുകളുടെ അടുത്ത് സർവേ പോയിട്ട് എന്താണ്, വിച്ച് വൺ ഈസ് ബെറ്റർ അല്ലെ, ഇതിന് എത്ര മാർക്ക്, ഓരോന്നിനും ഓരോ മാർക്ക് വെക്കും, എന്നിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടും അതിനൊക്കെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്. ദെൻ കേസ് സ്റ്റഡി, ഒരു പ്രത്യേക ഒരു കുട്ടിയെയോ സാഹചര്യമോ ഒരു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജ്, പർട്ടിക്കുലർ സ്കൂൾ ഒക്കെ എടുത്ത് പഠിക്കുക, ദാറ്റ് ഇസ് കേസ് സ്റ്റഡി. ദെൻ എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ലെ, ഇപ്പൊ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പഠിക്കാൻ പറ്റും. ജനറ്റിക് സ്റ്റഡി, ദാറ്റ് ഇസ് ദ ജീൻ ഓഫ് പീപ്പിൾ. ചില ഒരുപക്ഷെ ഒരു ഏരിയയിലുള്ള ആളുകൾ മാത്രം നന്നായിട്ട് ഒരുപക്ഷെ പെർഫോം ചെയ്യുന്നുണ്ടാവാം, ചില കാസ്റ്റിലുള്ള ആളുകൾ, ചില ക്ലാസ്സിലുള്ള ആളുകൾ. അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളത് ജെനറ്റിക്സ് പ്യൂർലി their genetic is responsible for that. അപ്പൊ ഇങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. Then types of education. ഫോർമൽ എഡ്യൂക്കേഷൻ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് having ഫിക്സഡ് കരിക്കുലം, നമുക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കിട്ടുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. ഇറ്റ് ഹാസ് എ ഫിക്സഡ് കരിക്കുലം. അപ്പോയിന്റഡ് ടീച്ചേഴ്സ് വിൽ ബി ദെയർ. സ്പെസിഫൈഡ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ അതിർവരമ്പുകൾ, ഇതിനപ്പുറത്തൊന്നും പോകട്ടെ, ഇതിന്റെ ഈ ഒരു കെട്ടുപാടിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് അത് പഠിക്കുന്നത്. സ്കെഡ്യൂൾഡ് ടൈം അല്ലെ, നമുക്ക് സ്കൂളിൽ പോകാനൊക്കെ പർട്ടിക്കുലർ ടൈം വിൽ ബി ദെയർ. അഡ്മിഷൻ പ്രൊസീജിയർ ഈസ് ഓൾസോ ദെയർ. എക്സാമിനേഷൻ ഉണ്ടാവും, പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റ് തരും ലാസ്റ്റ്. നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ എന്താ ഉണ്ടാവുക? ഓപ്പൺ വൺ വിത്ത് റിഗാർഡ് ടു അഡ്മിഷൻ, കറിക്കുലം, പ്ലേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ,
മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ദ ടൈം ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ നമ്മള് ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ പഠിക്കില്ലേ, അപ്പൊ അതുപോലെയുള്ളതാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. അത് ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം, അതുപോലെ ട്രെയിനിങ് ഫോർ അഡൾട്ട് അല്ലെ, നമ്മുടെ വയോജന വിദ്യാഭ്യാസം അല്ലെ, കാർപ്പറ്റ് മേക്കിംഗ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്റ്റിച്ചിങ്, ഓക്കെ, ഇതൊക്കെയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻസിഡന്റൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ കാലാനുസൃതമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വായത്തമാക്കുന്ന എഡ്യൂക്കേഷൻ ആണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഓക്കെ, ത്രൂ കോൺവെർസേഷൻ, കോണ്ടാക്ട് ആൻഡ് നോൺ ഡിസൈൻഡ് സിറ്റുവേഷൻ അല്ലെ, ഇതിനൊക്കെയാണ് നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഫ്രം ഫാമിലി ഗ്യാതറിംഗ്, പ്ലേ ഗ്രൗണ്ട്, നമ്മൾ ജനിച്ചപ്പോ നമ്മൾ ഒന്നും അറിയാത്ത ആളുകളായിരുന്നു. ഫ്രം അവർ ഫാമിലി മെമ്പേഴ്സ്, then from our neighbors, then from our friends, we are gathering knowledge. That kind of education is known as informal education. Okay, dears. Then hope you have understood the video. So it's time to conclude. Then thanks for watching. Then we have to conclude our session today. Okay.